Hello friends, welcome back to a new video. This is Nimisha and you're watching and can talks. അപ്പോൾ ഇന്നലെ വല്യമ്മച്ചിയുടെ ചൂരക്കറി ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് വല്യമ്മച്ചിയുടെ കൊഞ്ചാട്ടോ കൊഞ്ചെത്തിയത് പറഞ്ഞ് നീട്ടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് മറക്കണ്ട. അപ്പോൾ നേരെ വീട്ടിൽ നമ്മൾ അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. പകുതി ഗ്യാസും പകുതി അടുപ്പുമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പാത്രം ചൂടായപ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. അടുത്ത് നമുക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ കൊഞ്ച് തേങ്ങ ഉണ്ടാക്കുന്നത്. ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ അതിൻ്റെ ടാസ്ക് പരിപാടി. ഇതൊന്നും അതിൻ്റെ കണക്കൊരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ ആവുന്നേരം ഒന്ന് അടുക്കി പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടാണ് നമ്മൾ ടേസ്റ്റ് നോക്കണത് കേട്ടോ. അപ്പോൾ നല്ല കണക്ക് അങ്ങോട്ടും ഇട്ടിട്ടൊന്ന് അടുക്കി പിടിക്കാതെ ഒന്നിങ്ങനെ ആക്കി എടുക്കണം, വറുത്തെടുക്കണം. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും, അവിടെ നിന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ടായത് ഒരു യെല്ലോയിഷ് ബ്രൗൺ ആയിട്ടുണ്ടത്. നല്ല കണക്കാവുമ്പോൾ ഒരു ഡാർക്ക് വണ്ട് നേരത്തെ പറഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ ആവും കേട്ടോ. നല്ല കണക്ക് അവിടെ നേരെ നോക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് തേങ്ങ മാത്രമേ ഉള്ളൂ, തേങ്ങ എണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളൂ. ലാഗാണെന്ന് എനിക്കറിയാം. ഇപ്പം ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ 2x സ്പീഡ് ഇട്ട് അല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ. ഇതാണ് ഗൈസ് നമുക്ക് ഉണ്ടാക്കേണ്ട കൊഞ്ച്. കാണുമ്പോൾ എത്ര ഉണ്ടെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങ് ചുരുങ്ങും കേട്ടോ. ഇതാണ് ഗൈസ് നമ്മൾ ആ വറുത്തത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും. ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ ക്ലിപ്പൻ്റെ ഒന്നും പോയി കേട്ടോ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് പൊടികൾ ഇടണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട കുരുമുളക് പൊടി കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് ഇടണം കേട്ടോ. തേങ്ങക്കറിൽ വറുത്തപ്പോൾ ആവശ്യത്തിന് കുരുമുളക് ഒരു 2-3 കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഒരു 3 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇട്ടിട്ട് ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മളിപ്പം കൊഞ്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയും അതിനകത്തൊരു വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ചേർത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. മല്ലിപ്പൊടി ഒരു ആവശ്യത്തിന് ഒരു വലിയ സ്പൂണാണെങ്കിൽ ഒരു 2.5 സ്പൂണൊക്കെ നമുക്ക് ഇടാം. നല്ല കണക്ക് ഇടണം. നമുക്കിതിന് മിക്സ് ഇട്ട് അടിക്കാനുള്ളതാണ് ഗൈസ്. നമ്മൾ നല്ല കണക്ക് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇടണം കേട്ടോ പൊടി. നമുക്ക് മുളക് പൊടി വേണം കേട്ടോ. മുളക് പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിൻ്റെ എരി. പിന്നെ നമുക്ക് പച്ചമുളക് ഇടും, പക്ഷെ അതൊരു ഇതിലല്ലേ, പക്ഷെ ഇതിൻ്റെ എത്ര എരി വരുത്തില്ലല്ലോ. അപ്പം മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി ഇച്ചിരി അധികം ഇട്ടാലും കുഴപ്പമില്ല, മുളക് പൊടി ഇട്ടണം കേട്ടോ. ഇട്ടിട്ട് നല്ല കണക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം കുറവുണ്ടെങ്കിൽ ഇനി ഇടാം കേട്ടോ. ഇച്ചിരി മിക്കൊരു എരി കൂട്ടുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഇടുന്നത് കേട്ടോ. അപ്പം കുറച്ചും കൂടെ എരി ഇടുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൂടിപ്പോയാലും വലിയ സീനില്ല, തീയലല്ലേ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എല്ലാം കൂടെ പൊടി എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ തീയലൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ട് കേട്ടോ. അതങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്, വീഡിയോ എടുക്കണമല്ലോ. അത് ഉപ്പിട്ടോന്ന് എനിക്കുണ്ട്, പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ചതിന് ഇതൊക്കെ മാറാൻ വേണ്ട. അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പം തേങ്ങ വെച്ചില്ലേ, ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് ആറാൻ വേണ്ടി വെക്കണം. ആറിന് ശേഷം മാത്രം മിക്സിയിലിട്ട് നമ്മൾ അടിക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതേ പാൻ തന്നെ എടുത്ത് അത് നമ്മുടെ ചട്ടിയാണ് ഇട്ടുള്ളത്. അത് തന്നെ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, ആവശ്യത്തിന് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്ക് കൊച്ചുള്ളി ഇടണം കേട്ടോ. കൊച്ചുള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ തീയലിന്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൊച്ചുള്ളി നമ്മൾ ചെറിയതൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ. അത്യാവശ്യം സൈസുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആവശ്യത്തിനുള്ള കൊച്ചുള്ളി എടുത്തിട്ടോ. കൊച്ചുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകായിട്ട് ഇടുന്നത്. പച്ചമുളക് നടുവേ ഇങ്ങനെ ഒന്ന് കീറി ഇട്ടാൽ മതി കേട്ടോ. മൊത്തം ഫുള്ള് കീറണ്ട, ജസ്റ്റ് ഒന്ന് കീറിയാൽ കിട്ടും. നമ്മളിട്ട് 2 ആവണ്ട കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയും വേണം കേട്ടോ.
കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കണക്കൊന്ന് വഴണ്ട് വരണം കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞൊക്കെ ഒരു ബ്രൗൺ കളർ ഇടണം, അത്രയും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ. ആ ഒരു ടൈം ആവും നല്ല കണക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി പണിയാണ് കേട്ടോ അങ്ങനെ ആക്കുന്നത്. അപ്പം ഇച്ചിരി ഉണ്ടായിരുന്നു, ഞാൻ ബാക്കി കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് മറ്റേ ഉള്ളിയൊക്കെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം തേങ്ങ കൊത്തുണ്ടല്ലോ, നമ്മൾ തേങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊത്തി ചെയ്ത് വെക്കുക. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കണം. തേങ്ങ അരിഞ്ഞതെന്നൊക്കെ പറയും, ഞാനിവിടെ കൊത്തതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇത് മാത്രം ഒന്ന് കിടന്നൊന്ന് ആക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അതും ഒന്ന് ചതന്ന് ഇതാക്കിയെടുക്കണം. സാർ തേങ്ങ ഇങ്ങനെ ഇട്ട് നോക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരുമിച്ച് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇത് ഇനി നല്ല കണക്ക് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് പണിയാട്ടോ, ഞാൻ ബാക്കി കട്ട് ചെയ്തതാണ്. ഇനി നമുക്കിതിനകത്തോട്ട് മുരിങ്ങയൊക്കെ ഇടാം കേട്ടോ. മുരിങ്ങയൊക്കെ ഇടാത്തവരുണ്ട്, ഇടുന്നവരുണ്ട്. ഇവിടെ ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടത്തില്ല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ അങ്ങനെ നമുക്ക് ഇടാലോ, ഹെൽത്തി അല്ലേ. അപ്പോൾ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെ നടുവേ കീറിയതാണ് കേട്ടോ. പണി ഇനി ആ മുരിങ്ങയ്ക്കയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് സ്നാൾ വരുമ്പം ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഒരു ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കുക, ഒരു മീഡിയം ആണെങ്കിൽ ഒരു 2-3 നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. അതൊന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവർ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും പണി ഇനി ആക്കി വരുമ്പോൾ എൻ്റെ പൊന്നോ. അടുത്തതൊക്കെ പറഞ്ഞാൽ നമുക്കിനി ഉപ്പാണ് കേട്ടോ വേണ്ട. ഇതിപ്പോൾ ഇവിടെ പണ്ട് മുതലേ ഉപ്പ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി അലിയിച്ച് വെക്കുമല്ലോ, അതാണ് യൂസ് ചെയ്യാറ്. അതല്ല നമുക്ക് ഉപ്പ് പൊടിയാണെങ്കിൽ അത് യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അതിന് പകരമാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ, ഞാൻ പകുതി കട്ട് ചെയ്താൽ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തേങ്ങ വറുത്തുണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നല്ല കണക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചിങ്ങെടുക്കണം കേട്ടോ. ഒരു ഭയങ്കര പേസ്റ്റ് അല്ല, ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിക്കണം. ഈ ഇപ്പോൾ കാണിച്ചൊരു കൺസിസ്റ്റൻസി എടുക്കും. പിന്നെ ആ ജാറൊന്ന് ഇച്ചിരി കഴുകിയ വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളി ഉണ്ടല്ലോ, ഒരു 3 കഷ്ണം പുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല കണക്ക് അങ്ങോട്ടും ആക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച കൊഞ്ചുണ്ടല്ലോ, മറ്റേ മഞ്ഞപ്പൊടി ഇട്ട അതിനകത്തോട്ട് നമ്മൾ ഇപ്പം എടുത്ത് വെച്ചാൽ ഇനി ഇത് ഒഴിച്ച് ഇതൊന്ന് നല്ല കണക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറുകി വരണം. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കേട്ടോ, ജസ്റ്റ് ആ ഒരു നമ്മൾ ഇട്ടതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചൊന്ന് എടുക്കാം. അടച്ച് വെച്ചിട്ട് നമ്മൾ തുറക്കുമ്പോൾ എൻ്റെ പൊന്ന് കൈസ് തിള കണ്ടാൽ തന്നെ വായി കപ്പലോടും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കൊഞ്ചിൻ്റെ ആ ഒരു കട്ടി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് വെന്ത് വന്നാൽ മതി. നമ്മൾ കറിയൊക്കെ റെഡിയാവും കേട്ടോ അപ്പോഴത്തേക്കും. നമ്മുടെ പണിയൊക്കെ കുറച്ച് തീരാതായി കേട്ടോ. ഇനി അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങെടുത്താൽ മതി. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ ഗ്യാസ് നമ്മുടെ അടിപൊളി കൊഞ്ച് തേൽ ഇവിടെ റെഡി ആക്കട്ടെ, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് കൊഞ്ച് കിട്ടുമ്പോൾ ഇനി ഒരു തീയെല്ലാം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഒരു തേങ്ങയൊക്കെ ഫ്രൈ ആവുന്നതാണ് ഇച്ചിരി മെനക്കേട്, പക്ഷെ എത്ര കഷ്ടപ്പെട്ടാലും അത് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് മറക്കണ്ട. കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.